Good evening. Good evening. Good evening. Good evening, ma'am. Good evening. Ma'am, prayer. Yeah, yes, please. Dear God, we come before you today with open heart and mind. Bless our class with wisdom, understanding, and a love for learning. Guide us as we explore new ideas and concepts. Help us to support one another and work together in harmony. May our time in class be productive, engaging, and enriching. Thank you. Yeah, yes, please. The roots of education are bitter, but the fruit is sweet. Aristotle. Thank you, ma'am. Good evening, everyone. I think all are doing well. In this occasion, I would like to welcome our respected Jishamis to make us more motivational and encouraging. Also, our daily class time is 1:30 and today it's changed to 8 p.m. I think all are very comfortable right now. So, I heartily welcome my dear friends to our classroom. Jishamis, you may continue. Thank you. Thank you so much. And I just wish to hear from Abraham because he couldn't come in our usual time. He couldn't join us in that time. So Abraham, please, if you wish to say something, please share with us. Hi, good evening, ma'am. ഇല്ല, ഞാൻ വൈകുന്നേരം ക്ലാസ് വന്നപ്പോൾ എനിക്ക് ചാൻസ് കിട്ടി ഞാൻ വന്നതാണ്. പിന്നെ ഇന്ന് നമ്മളൊരു പ്രോജക്റ്റ് ആക്ടിവിറ്റി ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ അതും കൂടി കാണിക്കാമല്ലോ എന്ന് ഓർത്ത്. യെസ്, താങ്ക് യു. ഞാൻ വിചാരിച്ചു ഈ ഒരു ടൈം ആവുമ്പോൾ കുറെ പേർക്ക് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചു. കാരണം ഈ നമ്മുടെ പകൽ ഡേ ടൈമിലെ ക്ലാസ്സിൽ കയറുന്നതിനേക്കാളും എല്ലാ ബാച്ചുകളിലും നൈറ്റ് ക്ലാസ്സിന് കയറാറുണ്ട്. ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു. കാരണം എനിക്ക് മോളുടെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം, ഒരു മെഡിക്കൽ എക്സാമിനേഷൻ വേണ്ടി വന്നു. അതിനു വേണ്ടി പോവാനായിരുന്നു കേട്ടോ. അപ്പോ നാളെ ഇതുപോലെ തന്നെയാണ് സിറ്റുവേഷൻ. നാളെയും പോകണം. അപ്പൊ നാളത്തെ ക്ലാസ് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഈ ഒരു ടൈം, ഈവൻ ദോ ഇറ്റ് ഇസ് പേഴ്സണൽ ടൈം, ജോലിക്ക് പോകുന്നവരൊക്കെ ജോയിൻ ആവുമെന്ന് പ്രതീക്ഷിച്ചു. ഓക്കെ, സോ അബ്രഹാം പറഞ്ഞു നമ്മുടെ ഒരു പ്രോജക്റ്റ് എന്ന്. എനിക്ക് ഓർമ്മ വരുന്നില്ല എന്തായിരുന്നു അത്. പ്ലീസ് ഷെയർ വിത്ത് മീ. മാം പറഞ്ഞില്ല, മറ്റേ സ്ട്രിങ്ങില് ബീഡ് കോർത്തിയിട്ട് ഡിവിഷൻ സബ്ട്രാക്ഷൻ ചെയ്യിപ്പിക്കുന്നത്. അതാണ് ഞാൻ കാണിച്ചത്. സോ ഇതാണ് സംഭവം. അപ്പോ ഈ ഒരു മൊത്തം അപ്പോ സ്ട്രിങ്സ് ബീഡ്സ് എല്ലാം ഒരു സൈഡിലാണ്. പിന്നെ നമ്മൾ നമ്പേഴ്സ് ഞാൻ ഒട്ടിച്ചില്ല ഇതുവരെ. പക്ഷെ അപ്പൊ നമ്മളിപ്പോ 1+3 കാണിക്കാനാണെങ്കിൽ ആദ്യം കൊച്ചിനെ കൊണ്ട് ഒരെണ്ണം മാറ്റുക, പിന്നെ ഒരു 3 മാറ്റി വെക്കുക. അപ്പോൾ ആഡ് ചെയ്യാനാണെങ്കിൽ ഇതങ്ങ് ചേർത്ത് വെച്ചാൽ നമുക്ക് 4 കൊച്ചിന് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് 4 ഇപ്പൊ കുറയ്ക്കാനാണെങ്കിലും വേറെ എണ്ണം എടുത്ത് വെക്കുക. 4-2 ആണെങ്കിൽ 4 2 അങ്ങ് മാറ്റിയ ബാക്കി 2 കാണിക്കാൻ പറ്റും. അപ്പോ ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായി വെച്ചത് ഇതാണ്. യെസ്, നൈസ് പ്രസന്റേഷൻ. ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കുട്ടികൾക്ക് ഭയങ്കര എന്താ പറയാ, അവർ എൻഗേജ്ഡ് ആവും, മോട്ടിവേറ്റഡ് ആവും, ഭയങ്കര എന്റർടൈൻ ചെയ്യും. അതുപോലുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഞാൻ എന്റെയൊക്കെ കാലത്ത് ആ ഒരു സമയത്ത് ടേബിൾസ് ആയിരുന്നു, അതിങ്ങനെ പാട്ട് പോലെ അങ്ങ് മഗ്ഗപ്പ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞപ്പോ എന്റെ മക്കളൊക്കെ ആയപ്പോഴേക്കും ഒരു വിരലിലൊക്കെ ആഡ് ചെയ്യണമായിരുന്നു. അതെനിക്ക് ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. ടേബിൾസും ഉണ്ട് അതിന്റെ ഒപ്പം 10 വിരലും അവർക്ക് തികയാതെ കാലിലേക്കൊക്കെ പോണതേ കണ്ടിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. അത് കഴിഞ്ഞപ്പോ മോണ്ടിസോറി മെറ്റീരിയലിലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് 4, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതിന് ബോർഡ് ഗെയിംസും ഈ അബ്രഹാം കാണിച്ച പോലെ ബീഡ്സും നമുക്കുണ്ട്. ബീഡ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാം.
പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ എബ്രഹാം കാണിച്ചതിനകത്ത് ഈ ആ പേപ്പേഴ്സ് വെച്ചില്ലേ, നമ്പേഴ്സ് വെക്കാനുള്ള പേപ്പേഴ്സ് സ്റ്റിക്ക് ചെയ്യാം. യെസ്, അതായത് നമുക്ക് രണ്ട് നമ്പേഴ്സ് വേണം, അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും. അതിന്റെ ഇൻ ബിറ്റ്വീനും ഒരു പേപ്പർ വേണം, പ്ലസ് സൈനും മൈനസ് സൈനും ഈക്വൽ ടു സൈൻ. നമുക്ക് 4 പീസ് ഓഫ് പേപ്പർ ഉണ്ടാവും അല്ലെ, അല്ല 5 പീസ് ഓഫ് പേപ്പർ. ആൻസറും വരുമല്ലോ. അതിന്റെ മുകളിലൂടെ ഈ രീതിയിലുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സെലോ ടേപ്പ് ഒട്ടിക്കുവാണെങ്കിൽ, എന്നിട്ട് പേപ്പർ മാർക്കർ ബ്ലാക്ക് വെച്ച് എഴുതിയിട്ട് അത് നമുക്ക് വൈപ്പ് ചെയ്യാം. വൈപ്പ് ചെയ്തിട്ട് അടുത്ത കുട്ടിയെ വേറെ നമ്പർ എടുക്കാം. അങ്ങനെ അങ്ങനെ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയാവൂ അല്ലേ? അത് കുറച്ചും കൂടെ അങ്ങനെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഐഡിയ അല്ല കേട്ടോ, ഞാൻ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ മോണ്ടിസോറി മെത്തേഡിൽ തന്നെ ടീച്ചേഴ്സ് കുട്ടികളെ ചെയ്യിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ സെലോ ടേപ്പ് ഒട്ടിച്ച് കഴിയുമ്പോൾ അതിന്റെ മുകളിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്കർ പെൻ വെച്ച് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വൈപ്പ് ചെയ്ത് മാറ്റിയിട്ട് അടുത്ത നമ്പർ എഴുതുമോ എന്ത് വേണമെങ്കിലും ചെയ്യും. സോ ഇത് വളരെ ഈസിയാണ് അല്ലെ? ഒരു കാർഡ്ബോർഡ്, എനിക്ക് തോന്നുന്നു കൊറുഗേറ്റഡ് കാർഡ്ബോർഡ് പീസസ് ഒക്കെ കിട്ടില്ലേ നമ്മള് പാക്കിങ്സ് ഒക്കെ വരുമ്പോ, അതായാലും മതി എന്ന് തോന്നുന്നു. നമുക്ക് പിയേഴ്സ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. കട്ടിയുള്ള കാർഡ്ബോർഡ് ആകുമ്പോൾ ഇച്ചിരി ഡ്രില്ലൊക്കെ ചെയ്യാനായിട്ട് വേണ്ടി വരുമായിരിക്കും. അതാകുമ്പോൾ കുറച്ചുകൂടെ സെക്യൂർ ആയിട്ട് ഇരിക്കുമായിരിക്കും. ഇതിപ്പോ എന്ത് പേപ്പർ എബ്രഹാം യൂസ് ചെയ്തേ? ഷർട്ട് പേപ്പർ? മറ്റേ മാഗിയുടെ കൂടിനകത്ത് മറ്റേ മാഗിയുടെ ഉള്ളിലൊരു തിൻ കാർഡ്ബോർഡ് ഉണ്ടാവില്ലേ, ഒരു കാർഡ് പോലെ. ഓക്കെ, മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഇനി ബീഡ്സ് ചെയ്തു തുടങ്ങാലോ. മറിയാം മോണ്ടിസോറിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരുന്നു ബീഡ് സ്ട്രിങ്. അതായത് 1 തുടങ്ങി 10 നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ബീഡ് സ്ട്രിങ് ഉണ്ട്. ഇത് കാണിച്ചപ്പോ എനിക്ക് തോന്നുന്നു ഇത് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ മോണ്ടിസോറി മെറ്റീരിയൽസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ബീഡ് സ്ട്രിങ്. കൊച്ചു കുട്ടികളാകുമ്പോൾ ലൂസ് ബീഡ്സ് അത് ഇച്ചിരി അപകടമാണ്. അവർ മൂക്കിൽ വെക്കാം, വായിലിടാം, ചെവിയിലിടാം ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമ്മളിങ്ങനെ സ്ട്രിങ് പോലെ ആക്കി കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് വരില്ല. നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ വൈൻഡിങ് വെയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ഈ സ്റ്റെം ഒക്കെ ഉണ്ടാക്കാനായിട്ട്, ചെടി ഫ്ലവർ വേസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റെം ഒക്കെ ചെയ്യാനായിട്ട് ഒരു തരം കമ്പി കിട്ടും, കെട്ടുകമ്പി പോലത്തെ ഒരു തരം കമ്പി കിട്ടും. അത് ഇച്ചിരി ഫ്ലെക്സിബിൾ ആയാൽ എളുപ്പമായിരിക്കും. പിന്നെ മോണ്ടിസോറി മെറ്റീരിയൽസിൽ ഞാൻ കണ്ടത് ഈ ഒരു ബീഡ്സ്, ഇതിപ്പോ 10 നമ്പേഴ്സിന്റെ ബീഡ്സ് ആണ്. ഈ ഒരു ബീഡ്സ് ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആയിരുന്നു. നമുക്കിങ്ങനെ നീക്കാൻ പറ്റില്ല. ഇപ്പൊ എബ്രഹാം കാണിച്ചതിൽ നമുക്ക് നല്ല നീളമുള്ള സ്ട്രിങ് ആണ്, നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ എളുപ്പമായിരുന്നു അല്ലെ? ആ ത്രെഡ് നീളമുള്ളതായിരുന്നു. ഞാൻ ചെയ്തപ്പോ ഞാൻ ഇത്തിരി ലൂസ്ലി പാക്ഡ് ആയിട്ട് ചെയ്തു. വേറൊന്നുമല്ല, ഈവൻ എനിക്ക് തന്നെ മിസ്റ്റേക്ക് വരും കൗണ്ട് ചെയ്യുമ്പോൾ. ടൈറ്റ്ലി പാക്ഡ് ആണെങ്കിൽ നമുക്ക് നീക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കൗണ്ട് ചെയ്യുമ്പോൾ റിപ്പീറ്റ് കൗണ്ട് ചെയ്യാനുള്ള ചാൻസും കൗണ്ട് ചെയ്തോ എന്നൊരു സംശയമൊക്കെ തോന്നും. അതുകൊണ്ട് ഞാനിത് ഇച്ചിരി ലൂസ്ലി ആയിട്ടാണ്, ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു കുട്ടിക്ക് കൗണ്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. നീക്കി കൗണ്ട് ചെയ്യുമ്പോൾ എറർ വരാൻ ചാൻസ് വളരെ കുറവായിരിക്കും. ഇത് നിങ്ങൾ 1 തുടങ്ങി 10 വരെ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു സെറ്റ് എങ്കിലും ചെയ്യാം. മോണ്ടിസോറി മെറ്റീരിയലിന് ഓരോ നമ്പറും 10 എണ്ണം ഉണ്ട്. 10 സെറ്റ്സ് ആണ്. അതായത് 1ന്റെ 10 നമ്പേഴ്സ്, 2ന്റെ 10, അങ്ങനെ 10 വരെയുള്ളത് 10, അങ്ങനെ 10 സെറ്റ്സ് ആയിട്ടുണ്ട്. ഞാനിവിടെ 2 കളേഴ്സ് ആണ് യൂസ് ചെയ്തത്, പിങ്കും ഗോൾഡൻ ബീഡും. മോണ്ടിസോറിക്ക് ഏറ്റവും ഇഷ്ടം, ഡോക്ടർ മോണ്ടിസോറിക്ക് ഏറ്റവും ഇഷ്ടം ഗോൾഡൻ ബീഡ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ഇതൊന്ന് ചെയ്യാൻ നോക്കുക കേട്ടോ. ഒരു സെറ്റെങ്കിലും ചെയ്ത് വെക്കുക. പല കളർ ബീഡ്സ് യൂസ് ചെയ്യാം. മേക്ക് ഷുവർ ദാറ്റ് അതിന്റെ കളർ ഇങ്ങനെ ഇളകി പോകുന്നതാവരുത്. ഇത് ഞാനൊരു 8 years ബാക്ക് ചെയ്തത്. അതിന്റെ കളർ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന ടൈപ്പ് ബീഡ്സ് അല്ല. മനസ്സിലായില്ലേ? അധികം കോസ്റ്റും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് എത്രയോ ക്രിസ്റ്റൽ ബീഡ്സ് മേടിച്ചാൽ മതി. ക്രിസ്റ്റൽ ബീഡ്സ്, ക്രിസ്റ്റൽ ബീഡ്. അത് പക്ഷേ ഏത് കളർ കിട്ടും? എന്തൊക്കെ കളർ കിട്ടും? എല്ലാ കളറും ഉണ്ട്. എല്ലാ കളറും ഉണ്ട്. റേറ്റ് എങ്ങനെയാ? കൂടുതലാണോ? ഇത്തിരി കൂടുതലാ. സാധാ ബീഡിനേക്കാൾ ഇത്തിരി കൂടുതലാണ്. പക്ഷെ അത് ഞാൻ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്യണതാണേ. അപ്പോ അതില് കിട്ടണതാണ്. അതില് ഉണ്ട്, പലതരം ബീഡ്സ് ഉണ്ട്. കളർഫുൾ ആയാൽ നന്നായിരിക്കും. ഞാൻ ആകെ 2 കളറേ വാങ്ങിച്ചുള്ളൂ അന്ന്. പക്ഷെ മോണ്ടിസോറി മെറ്റീരിയൽസിൽ ഓരോ നമ്പേഴ്സിനും ഓരോ കളറാ. വൈറ്റ് ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഉണ്ട്, ഡാർക്ക് ബ്ലൂ ഉണ്ട്,
ഡാർക്ക് ഗ്രീൻ ഉണ്ട്, പിന്നെ ബ്രൗൺ, റെഡ്, പിന്നെ ഗോൾഡൻ ബീഡ്, അങ്ങനെ 10 നമ്പറിനും 10 കളറാണ്. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? മാം ഇത് ബീഡ്സ് തന്നെ വേണമെന്നുണ്ടോ? ബീഡ്സ് തന്നെ വേണമെന്നുണ്ടോ? ഫ്ലവേഴ്സിന്റെ ഒക്കെ പോലെ ഷേപ്പ് ഉള്ളതൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതൊരു മോണ്ടിസോറി മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ബീഡ്സ് തന്നെ കാണിച്ചത്. നമുക്കൊരു മോണ്ടിസോറി മെറ്റീരിയലിന്റെ ഒരു റിപ്ലിക്ക നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുമല്ലോ ലോ കോസ്റ്റില്. നമുക്ക് മോണ്ടിസോറി മെറ്റീരിയൽ ഡയറക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആണ്. കാരണം അത്ര ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ്, നാച്ചുറൽ ആയിട്ടുള്ള വുഡൻ ഒക്കെയാണ് പലതും. അപ്പൊ അതിനൊക്കെ ഭയങ്കര റേറ്റ് ആവും. അപ്പൊ നമ്മൾ ചില മെറ്റീരിയൽസ് നമുക്ക് ലോ കോസ്റ്റിൽ അതിന്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കാനായിട്ട് പറ്റും. നമുക്കിപ്പോ ഓൺലൈനായിട്ടൊക്കെ കുറെ ഇങ്ങനെ കുട്ടികൾക്ക് ബാംഗിൾസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ബീഡ്സ് മേടിക്കുവേ. അപ്പൊ അതൊക്കെ ഫ്ലവേഴ്സിന്റെ ഒക്കെ അത് ഓൺലൈനിൽ അധികം റേറ്റ് വരുന്നില്ല. പല ടൈപ്പ് ബീഡ്സുകൾ ഉണ്ട് അതില്. അത് അപ്പൊ ഈ റൗണ്ട് ആയിട്ടുള്ളതല്ലാണ്ട് തന്നെ ഫ്ലവർ, ലീഫ് ഒക്കെ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാനൊരു വീടിന്റെ ഒരു വർക്ക് എബ്രഹാം കാണിച്ചപ്പോൾ ഞാൻ നമ്മളുടെ മോണ്ടിസോറി ഡിസൈൻ ചെയ്തൊരു മെറ്റീരിയലിന്റെ ഒരു റിപ്ലിക്ക ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. യെസ്, യു ക്യാൻ ഡു. യെസ് പ്ലീസ്. ഒരു അബാക്കസ് ഈ വലിയവരുടെ അബാക്കസ് അല്ല, ഈ പിള്ളേരുടെ തന്നെ ഒരു അബാക്കസ് ഇല്ലേ? ഒരു കമ്പിയിൽ ഒരെണ്ണം, അടുത്തതിനകത്ത് 2 എണ്ണം, അടുത്തതിൽ 3 എണ്ണം. ആ സിസ്റ്റത്തില് ഉണ്ടാക്കിയ എങ്ങനെയിരിക്കും? അങ്ങനെയും ചെയ്യാം, ഒരു ഫ്രെയിം പോലെ അല്ലേ? ആ, പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഒരു സ്ലേറ്റ് അങ്ങനെ കിട്ടുമായിരുന്നു. അതിന്റെ ഇത് വെച്ചിട്ട് യെസ്, അതും ഉണ്ടാക്കാം. കാരണം കുട്ടികൾക്ക് എപ്പോഴും ആക്ടിവിറ്റിയിലൂടെ പഠിക്കാനാണ് ഇഷ്ടം. മോണ്ടിസോറി തന്നെ പറയുന്നുണ്ട് വർക്ക് ടു പ്ലേ എന്നാണ്. അതായത് അവർക്കത് പ്ലേ ആണ്, പക്ഷെ അത് അവരുടെ വർക്കാണ്. അതിലൂടെയാണ് അവർ ഓരോന്ന് പഠിക്കുന്നത്. കാരണം ഒരിക്കലും കുഞ്ഞുങ്ങളുടെ അടുത്ത് അബ്സ്ട്രാക്ട് ഐഡിയാസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല. അതായത് അവരോട് അസ്യൂം ചെയ്യും. അവർക്ക് അസംഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെറുപ്രായത്തിൽ അവർക്ക് കിട്ടില്ല, അല്ലെ? അവർക്കെല്ലാം കോൺക്രീറ്റ് ടാൻജിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. തൊട്ടു നോക്കി മനസ്സിലാവണം, കണ്ട് മനസ്സിലാവണം. ലെങ്ത് കൂടിയത്, ലെങ്ത് കുറഞ്ഞത് എന്നൊരു കുഞ്ഞിനോട് പറഞ്ഞാൽ അതിന് പിടികിട്ടില്ല അത് എന്താന്ന്. അതേസമയം നമ്മൾ 2 സ്റ്റിക്ക്, ഒരെണ്ണം നീളം കൂടിയതും ഒരെണ്ണം നീളം കുറഞ്ഞത് വെക്കുമ്പോഴാണ് അവർക്കത് പിടികിട്ടുന്നത്. അവരത് എടുത്തു നോക്കും, രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് നോക്കും. പിന്നെ വെയിറ്റ് കൂടിയത്, വെയിറ്റ് കുറഞ്ഞതെന്ന് കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് പിടികിട്ടില്ല. അവരുടെ 2 കയ്യിലും നമ്മൾ വെയിറ്റ് വെച്ച് കൊടുത്ത് നോക്കണം. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്ന ഡയറക്റ്റ് സെൻസ്, ആ വെയിറ്റിന്റെ സെൻസ്. കളറ് അതും അവർക്ക് കണ്ട് തന്നെ മനസ്സിലാകണം. അപ്പൊ അതുകൊണ്ട് അവരെല്ലാം ചെയ്യുന്നത് അവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ടാണ്. സെൻസോറിയൽ ആക്ടിവിറ്റീസ് ആണ് കൂടുതലും മോണ്ടിസോറി മെത്തേഡിൽ വരുന്നത്. ഇതിന്റെ എല്ലാം ബൈ പ്രോഡക്റ്റ്, അതായത് ബോണസ് ആയിട്ട് അവർക്ക് കിട്ടുന്നതാണ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അങ്ങനെ 5 ഏരിയയിലാണ് മറിയാം മോണ്ടിസോറി ഈ മെറ്റീരിയൽസ് എല്ലാം ഡിസൈൻ ചെയ്തത്. ഒന്ന് അവരുടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. ജനറലി ഒന്ന് മോണ്ടിസോറി എങ്ങനെയാണ് കാര്യങ്ങൾ ഡിസൈൻ ചെയ്തതെന്ന് പറയാം. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞാൽ നത്തിങ്, നമ്മളുടെ കിച്ചൺ തന്നെ. അമ്മമാരാരെങ്കിലും സമ്മതിക്കോ കുഞ്ഞുങ്ങളെ പച്ചക്കറി അരിയാൻ, ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ? അവർക്കത് ചാൻസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു നൈഫ് നമ്മൾ വെക്കണം. അത്ര ഷാർപ്പായിട്ടുള്ളത് വേണ്ട ഒരു ഫ്രൂട്ട് കട്ട് ചെയ്യാനായിട്ട്. അവർ വളരെ ശ്രദ്ധിച്ച് അവർ കട്ട് ചെയ്യും. നമ്മൾ എത്രയോ പ്രാവശ്യം കൈമുറിക്കുന്നു. അവർ വളരെ ശ്രദ്ധയോടെ ചെയ്യും. പക്ഷെ നമ്മളുടെ കീൻ ഒബ്സർവേഷൻ വേണം. കാരണം ഡേഞ്ചർ ആണെന്ന് നമുക്കറിയാം, പക്ഷെ അത് അവർ പരിചയിക്കണം. അവരത് പ്രാക്ടീസ് ചെയ്ത് വരണം. പിന്നെ ജഗ്ഗില് വെള്ളം നിറയ്ക്കുക. ശരിയാണ്, കുട്ടി അല്ലെങ്കിൽ ജഗ്ഗിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം നിറച്ച് അവൻ തന്നെ കുടിക്കാനായിട്ട് ചിലപ്പോ കുറെ സ്പിൽ ഔട്ടായിട്ട് പുറത്തേക്ക് പോകും. എന്താ ചെയ്യണേ? നീ എന്താ ഈ കാണിക്കുന്നേ? അവിടെ മുഴുവൻ നശിപ്പിച്ചു, നീ അത് എടുക്കണ്ട, ഞാൻ എടുത്തു തരാം. അത് കേൾക്കുന്നതോടുകൂടി കുട്ടിയുടെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുവാണ്. ഐ ആം നോട്ട് ഗുഡ്, ഞാൻ എന്ത് ചെയ്താലും എല്ലാം. ആ ചെറുപ്പത്തിലേ അവന്റെ ഉള്ളിൽ അത് വരുന്നു. പിന്നെ അവന് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല വലുതാവുമ്പോ തന്നെ ചെയ്യാൻ. അവൻ ആ ഇൻഡിപെൻഡന്റ് ആകുന്നതിന് നമ്മൾ അങ്ങ് തടസ്സപ്പെടുത്തുക, ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. അതേസമയം അടുത്തൊരു ക്ലോത്ത് വെക്കുക. കുട്ടി വെള്ളം ഗ്ലാസ്സിൽ നിറച്ചോട്ടെ, സ്പിൽ ഔട്ട് ആയി പോകുമ്പോൾ ഇത് വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറയണം, തുടയ്ക്കാൻ പറയണം.
പിന്നെ ഓരോ പ്രാവശ്യം അവൻ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടൈമിൽ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കും, നല്ലപോലെ ശ്രദ്ധിക്കും. ഒരു അഡൾട്ടാണ് ഈ ജോലി ചെയ്യണമെങ്കിലോ ആൾക്ക് ആ എൻഡ് റിസൾട്ടേ ഉള്ളൂ. അതായത് ജഗ്ഗിന് ക്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുക, പക്ഷെ കുട്ടി ആ പ്രോസസ്സ് എൻജോയ് ചെയ്യും. അവൻ ആ പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അത് അവന്റെ ഗ്രോത്ത് ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മള് കടല, പയറ്, പരിപ്പൊക്കെ വാങ്ങുമല്ലോ, ഇതൊക്കെ നമ്മള് അത് വാങ്ങിക്കുന്ന ഒരു ബാഗോ കവറോ എന്തെങ്കിലും ആയിരിക്കും. അതിൽ നിന്ന് നമ്മളൊരു കണ്ടെയ്നറിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ജോലി കുട്ടികളെ ഏൽപ്പിക്കുക. അപ്പോ അത് ഏൽപ്പിക്കുമ്പോൾ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വലിയ ട്രേ കൊടുക്കണം. എന്നിട്ട് ഈ കണ്ടെയ്നർ ആ ട്രേയിൽ വെച്ചിട്ട് ഈ കവറിൽ നിന്ന് ആ പൾസസ് ഇതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് കൊടുക്കണം. അപ്പൊ തെറിച്ച് പോകാതെ അവർ സൂക്ഷിക്കും. അഥവാ പോയാലും ഇത് ട്രേയിലായിരിക്കും വീഴുന്നത്. അപ്പൊ അത് പിക്ക് ചെയ്ത് ചിലപ്പോ കൗണ്ട് ചെയ്തിട്ടായിരിക്കും കടലയൊക്കെ പെറുക്കി വീണ്ടും ഈ കണ്ടെയ്നറിലേക്ക് ഇടുന്നത്. അപ്പൊ അതെല്ലാം ജപ്പാൻ മോഡലിലൊക്കെ എന്താണ്, അവിടെ കുട്ടികൾ ചെറുപ്പം തുടങ്ങിയേ ജോലി ചെയ്യുക. അവിടെ മെയ്ഡ് എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല. ഇവിടെ കുട്ടിയെ നോക്കാൻ ഒരാള്, വീട്ടിലെ പണി ചെയ്യാനായിട്ട് മെയ്ഡ്, അങ്ങനെ ഇങ്ങനെയല്ലേ നമ്മളുടെ ഒരു സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുക. കുട്ടികളൊന്നും തന്നെ ചെയ്യാണ്ടായി വരും. അപ്പൊ ഇങ്ങനെ നമ്മൾ അവരെ ചെറുപ്പം തുടങ്ങി അവരെ ചെയ്യിക്കുകയാണെങ്കിൽ അവരൊരു അഡൾട്ടായി ഹയർ സ്റ്റഡീസിന് എവിടെയെങ്കിലും പോയി ഹോസ്റ്റലിൽ നിൽക്കേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ ജോലി കിട്ടി എവിടെയെങ്കിലും പോയിട്ട് തന്നെ താമസിക്കേണ്ടതായിട്ട് വരുന്നു, തന്നെ കുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു, കുറേ കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അവർക്ക് ഒട്ടും ബുദ്ധിമുട്ട് വരില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. സാധാരണ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ പിള്ളേരെന്താ ചെയ്യാ, വീക്കെൻഡോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ നോക്കിയിരിക്കും. ഒരു വലിയ ബാഗിൽ നിറയെ മുഷിഞ്ഞ തുണിയായിട്ട് വരും അലക്കാൻ വേണ്ടിയിട്ട്. അതല്ലേ നമ്മളുടെയൊക്കെ വീട്ടിലൊക്കെ കാണുന്നത്. അപ്പൊ മാറ്റങ്ങളുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുക. അതാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. അവിടെ കുട്ടികൾ ലെമണേഡ് ഉണ്ടാക്കും, അവർക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കണം. ഓവൻ ഉണ്ടാവും. മോണ്ടിസോറി സ്കൂളുകളിൽ കുട്ടികൾ കുക്കീസ് ഉണ്ടാക്കും. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് മാത്തമാറ്റിക്കൽ ഏരിയ. പറഞ്ഞല്ലോ 4 അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, പിന്നെ കൗണ്ടിങ്, നമ്പർ ഫെമിലറൈസേഷൻ, ഇതെല്ലാം മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്നു. ഇതെല്ലാം അവർ ആക്ടിവിറ്റിയിലൂടെ, അവരുടെ പ്ലേ, ആ ഒരു ഗെയിം പോലെയാണ് അവർ ചെയ്യുന്നത്. നെക്സ്റ്റ് സെൻസോറിയൽ ഏരിയ. 5 സെൻസസിനെ ആക്ടിവേറ്റ് ആക്കുന്ന രീതിയിലുള്ള കുറേ മെറ്റീരിയൽസ് ആണ് മോണ്ടിസോറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും സെൻസോറിയൽ ഏരിയയിലാണ് കൂടുതൽ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോ സാൻഡ് പേപ്പർ കൊണ്ട് ആൽഫബറ്റ്സും നമ്പേഴ്സും, അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാൻഡ് പേപ്പർ കൊണ്ട് ആൽഫബറ്റ്സും നമ്പേഴ്സും ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടാക്ടൈൽ സെൻസ്, അവരുടെ വിരലുകൾ വളരെ ചെറിയ വിരലുകളാണല്ലേ. കുഞ്ഞുങ്ങളെ ചെയ്യിക്കുന്ന കാണാം, കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ച് ഇങ്ങനെ നിർബന്ധപൂർവ്വം എഴുതിക്കും. ഭയങ്കരമായിട്ട് അവർക്ക് പെയിൻ എടുക്കും. പക്ഷെ ചില കുട്ടികൾ നമ്മൾ പറയും, എന്റെ കയ്യിലൊന്ന് പിടിക്കാമോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാറ്റിയാൽ അതായത് സൈക്കിൾ ഓടിപ്പിക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ബാക്കിലൊന്ന് സപ്പോർട്ട് കൊടുക്കില്ലേ പിടിക്കാനായിട്ട്. അപ്പൊ അവർക്ക് എന്റെ പുറകിൽ ഒരാളുണ്ട്, ആ ഒരു കോൺഫിഡൻസിൽ അവർ മുന്നോട്ട് ഓടിച്ചു പോകും. പക്ഷെ നമ്മൾ കൈ വിട്ടാലും അവരറിയില്ല, കാരണം അവരുടെ ധാരണ നമ്മൾ പുറകിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരങ്ങനെ നല്ലപോലെ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ എഴുതുമ്പോൾ അത് കുട്ടി പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ കൈ പിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ റൈറ്റിംഗ് ആണ് ആദ്യം വരുന്നത്, റീഡിങ് രണ്ടാമത് ആണോ? കുട്ടികൾ ആദ്യം എഴുതാനാണ് തുടങ്ങുന്നത്, അതിനുശേഷമാണ് അവർ വായിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ ആ എഴുതുന്നതും അവരെന്താ പറയാ, ഞാൻ എ വരച്ചു, ഞാൻ ബി വരച്ചു, ഞാൻ ആ വരച്ചു എന്നൊക്കെയല്ലേ പറയുന്നത്. അവർക്കത് ഡ്രോയിങ് ആണ്. ആ ഇമേജ്, ആ ലെറ്ററിന്റെ ഇമേജ് ഇവരുടെ ബ്രെയിനിൽ അങ്ങോട്ട് ഫീഡ് ആവും. എന്നിട്ട് അത് ഓർത്തിട്ടാണ് ഇവര് അത് എഴുതി വെക്കുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പം പല മെത്തേഡുകളും ഇപ്പം കുട്ടികളെ ആദ്യമായിട്ട് അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പല മെത്തേഡ് ഇപ്പൊ ഉണ്ട്. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മലയാളം മീഡിയത്തിലായിരുന്നു കേട്ടോ. ആദ്യം എന്നുള്ള അക്ഷരമാണ് മലയാളത്തിൽ പഠിപ്പിക്കുന്നത്. നല്ല വിഷമിക്കും നമ്മൾ. പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആയിലേക്ക് പോയി, അങ്ങനെ ആ ഓർഡറിൽ തന്നെയായിരുന്നു അക്ഷരങ്ങൾ പഠിപ്പിച്ചത്. അപ്പോ റീസെന്റ് കുറച്ച് ഒരു 10 വർഷം മുമ്പ് ഞാനൊരു ടീച്ചറെ ഇങ്ങനെ കണ്ടപ്പോ വെക്കേഷന് ട്രെയിനിങ്ങിന് പോയിരിക്കുകയായിരുന്നു. സമ്മർ വെക്കേഷന് ടീച്ചർമാർക്ക് ട്രെയിനിങ് ഉണ്ടല്ലോ. അപ്പൊ പറയുവാണ്,
കുട്ടികളെ ആദ്യം റാ പഠിപ്പിക്കണം, പിന്നെ ദാ പഠിപ്പിക്കണം, പിന്നെ രാ, പിന്നെ ത, അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴാണ് അവര് ആയിലേക്ക് വരുന്നത്. കാരണം ആയിൽ എന്താ, ഇതെല്ലാം ഉണ്ട്. റാ ഉണ്ട്, ദാ ഉണ്ട്, രാ ഒക്കെ ഉണ്ട്. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ കുട്ടിക്ക് ആ പഠിക്കാൻ എളുപ്പമായിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഓരോരോ വർഷം കഴിയുമ്പോഴും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പല മാറ്റങ്ങൾ വരുവാണ്. കുട്ടികൾക്ക് എങ്ങനെ അത് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ പലപ്പോഴും ചില മാറ്റങ്ങള് അങ്ങ് കറക്റ്റ് അങ്ങ് ആപ്ലിക്കബിൾ ആകുന്നില്ല, പ്രാക്ടിക്കലി അങ്ങ് ശരിയാകുന്നില്ല. പണ്ടൊരു DPP വന്നിട്ടുണ്ടായിരുന്നു, കാര്യം നല്ലതായിരുന്നു, പക്ഷേ അത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അത് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വന്നപ്പോൾ അത് ഫെയിൽ ആയിപ്പോയി. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോഴേ അത് മാറ്റുകയൊക്കെ ചെയ്യും. ഓക്കെ, ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് കുട്ടികളെ ട്രേസ് ചെയ്യും. അതിന്റെ ടെക്സ്ചർ, ഒരു റഫ്നെസ് ഉണ്ടല്ലേ. ഒരു ബാച്ചില് ഒരു കുട്ടി 3rd ബാച്ച് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, സാൻഡ് പേപ്പർ വാങ്ങാനായിട്ട് ഷോപ്പിൽ ചെന്നു. ഹാർഡ്വെയർ ഷോപ്പിലെ കിട്ടുന്നത്, പെയിന്റ് കടയൊക്കെ ഇല്ലേ അവിടെ കിട്ടുന്നത്. നമ്മുടെ വാളൊക്കെ സ്മൂത്തൻ ചെയ്തതിന് ശേഷമല്ലേ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് സ്മൂത്തൻ ചെയ്തതിന് ശേഷമാണ് പെയിന്റ് ചെയ്യുന്നത്. അപ്പൊ ചെന്നപ്പോ പല നമ്പറാണ് അവർ പറയുന്നത് ഈ സാൻഡ് പേപ്പറിന്, ഷോപ്പുകാര്. നമ്പറിനനുസരിച്ചാണ് അതിന്റെ ആ റഫ്നെസ് വരുന്നത്. അപ്പൊ ഏത് വേണമെന്ന് ചോദിച്ചു. ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയപ്പം ഒരെണ്ണം റഫ്നെസ് കൂടിയതും ഒരെണ്ണം റഫ്നെസ് കുറഞ്ഞതും. പിന്നെ ഏത് വാങ്ങണം എന്ന് ഇനി കൺഫ്യൂഷൻ ആയി. അപ്പൊ അതെന്ത് ചെയ്തു, 2 പീസ് കട്ട് ചെയ്ത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പൊ വീട്ടില് 4 വയസ്സോ എന്നുള്ളൊരു മോനുണ്ട്. മോന്റെ മുമ്പിൽ ഈ 2 പീസ് വെച്ചു കൊടുത്തു. അവന്റെ കൈ പതുക്കെ അതിലേക്കങ്ങ് വെച്ചു. പിന്നെ ആദ്യം റഫ്നെസ് കൂടിയതും പിന്നെ റഫ്നെസ് കുറഞ്ഞതും ഇങ്ങനെ ടച്ച് ചെയ്തു. ഇങ്ങനെ ഉരച്ചുകൊണ്ടിരുന്നു. അവൻ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഗിഗ്ലിങ്, എന്താ പറയാ, ഭയങ്കര ചിരിയും സന്തോഷവും. അവൻ റഫ്നെസ് കുറഞ്ഞത് മാറ്റി വെച്ചിട്ട് റഫ്നെസ് കൂടിയത് വെച്ച് കളിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ അത് പോയിട്ട് റഫ്നെസ് കൂടിയത് വാങ്ങി. പിന്നെ ശ്രദ്ധിക്കണം, ചിലതിൽ ഈ റഫ്നെസ് കൂടിയിട്ട് അതിന്റെ ആ ഒരു ഗ്രാനൂൾസ്, ഒരു ആ ഒരു ഇതൊക്കെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ വിരലും ചിലപ്പോ മുറിയും. കൊച്ചു വിരലല്ലേ, ഭയങ്കര ഡെലിക്കേറ്റ് ആണല്ലോ, സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് അല്ലേ, അത് യൂസ് ചെയ്യണ്ട. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടച്ച് ടാബ്ലറ്റ്സ് ഉണ്ടാക്കാം ഇതുപോലെ തന്നെ സാൻഡ് പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട്. അതായത് ചിലപ്പോൾ ഷോപ്പിൽ ചെല്ലുമ്പോൾ പല ടെക്സ്ചറിലുള്ള സാൻഡ് പേപ്പർ കിട്ടുവാണെങ്കിൽ A4 സൈസിൽ ഓരോന്ന് വാങ്ങാം. 4 ടെക്സ്ചർ ഉണ്ടെന്ന് വിചാരിക്കാം. A4 സൈസ് ഓരോ പീസ് വാങ്ങാം. A4ന് 15 രൂപ 20 രൂപ അങ്ങനെ കാണും തോന്നും. എന്നിട്ട് ഈ A4നെ ഈക്വൽ ആയിട്ട് ഓരോ A4 ഷീറ്റിനെയും ഈക്വൽ ആയിട്ട് 4 or 6 പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. നമ്മുടെ നോർമൽ ഒരു മൊബൈലിന്റെ ഈ ഒരു സൈസ് വരുന്ന രീതിയിൽ കട്ട് ചെയ്യാം. എല്ലാം ഈക്വൽ സൈസിലായിരിക്കണം കട്ട് ചെയ്യുന്നത്. എന്നിട്ട് സാൻഡ് പേപ്പർ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് വളഞ്ഞു വരും അല്ലെ, ജസ്റ്റ് അഡ്ജസ്റ്റ് ഇങ്ങനെ ഇതായിട്ട് ബെൻഡ് ചെയ്ത് വരും. അപ്പോൾ അതിനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വാങ്ങുന്നതിന്റെ കാർട്ടണോ എന്തെങ്കിലും കാർഡ്ബോർഡ് പീസസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഒട്ടിക്കുക. സാൻഡ് പേപ്പറിനെ റഫ്നെസ് ആയ ഭാഗം മുകളിൽ വരണം കേട്ടോ. ആ ബാക്ക് സൈഡാണ് കാർഡ്ബോർഡ് പീസിൽ ഒട്ടിക്കേണ്ടത്. ഒട്ടിക്കുക, എല്ലാം ഈക്വൽ സൈസിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കുക. എല്ലാത്തിന്റെയും ബാക്ക് സൈഡ് ഒരുപോലെ ഇരിക്കാനായിട്ട്, ഇപ്പൊ ഒരേപോലത്തെ കാർഡ്ബോർഡ് തന്നെ കിട്ടിയെങ്കിൽ ഒരുപോലെ ഇരിക്കാനായിട്ട് എന്തെങ്കിലും ചാർട്ട് പേപ്പറോ എന്തെങ്കിലും വെച്ച് ഒരേപോലെ ആക്കുക. അതായത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഇരിക്കണം. ഇത് തമ്മിൽ മിക്സ് ചെയ്യുക. ഇപ്പൊ 4 ആയിട്ട് കട്ട് ചെയ്തെങ്കിൽ ആക്ടിവിറ്റി തന്നിട്ടുണ്ടോ? എന്നിട്ട് അത് പെയർ ചെയ്യുക, ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് പെയർ ചെയ്യിക്കുക കുട്ടികളെ കൊണ്ട്. അത് ചെയ്യിക്കാം. ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണം. കാരണം ഇതിന്റെ റിസൾട്ട് ഭയങ്കര അമേസിംഗ് ആണ്. നമ്മുടെ മിക്ക ട്രെയിനീസും ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ അവിടുത്തെ സ്കൂളിലെ ടീച്ചർമാർ ഉപേക്ഷിച്ച കുട്ടികൾ, എഴുതില്ല എന്നും പറഞ്ഞ് ശ്രദ്ധിക്കില്ല എന്നും പറഞ്ഞ് ഉപേക്ഷിച്ച കുട്ടികൾ മിക്ക ക്ലാസ്സിലും ഉണ്ടായിരുന്നു. ആ കുട്ടികളെല്ലാം എഴുതാൻ തുടങ്ങി. അതൊക്കെ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടീച്ചിങ് മെറ്റീരിയൽസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് 100 മാർക്സ് ആണ് അതിനകത്ത് ഈ പറയുന്ന ബീഡ്സിന്റെ വരണം, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് വരണം. പിന്നെ മറ്റു ടീച്ചേഴ്സ് എന്താ പറയണേന്നും കൂടെ ശ്രദ്ധിക്കണം. വേർഡ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, കളർ കാർഡ്, ഇതെല്ലാം മോണ്ടിസോറി ഡിസൈൻ ചെയ്തത് നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു അപർണ മിസ് നിങ്ങൾക്ക് എടുക്കുന്നുണ്ടോ? മിസ് എടുക്കുന്നുണ്ട്. മിസ്സിന് വളരെ ഇഷ്ടപ്പെട്ടതാണ് പിങ്ക് ടവർ. അത് വുഡൻ ക്യൂബ്സ് ആണ്, 10 ക്യൂബ്സ് വരുന്നത്. അത് പക്ഷെ അതിന്റെ ഒരു റിപ്ലിക്ക
പിങ്ക് കളറിലെ ചാർട്ട് പേപ്പറിൽ ചെയ്യാനായിട്ട് മാം പറയും. അതും ചെയ്യണം. പിന്നെ അശ്വിനി മാം കഴിഞ്ഞ ക്ലാസ്സിൽ ബീഡ്സിന്റെ പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതൊക്കെ മെറ്റീരിയൽസ് ഉണ്ടാക്കുക. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? ഞാൻ ഇത് പറഞ്ഞില്ലല്ലോ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, അരിത്തമെറ്റിക് ഏരിയ, ലാംഗ്വേജ് ഏരിയ. ഓക്കെ, ഇനി സെൻസോറിയൽ ഏരിയ. ഈ 4 ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയ ആണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ. അതായത് സയൻസ് ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ പലതിന്റെയും മോഡൽസ് ആയിരിക്കും. സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ എന്നാണ്. അവിടെ സോളാർ സിസ്റ്റത്തിന്റെ മോഡൽസോ പിക്ചറോ കാണും. പിന്നെ ഗ്ലോബ് ഉണ്ടാകും, മാപ്പ്, അറ്റ്ലസ്, പിന്നെ പല വലിപ്പത്തിൽ ഗ്ലോബ് ഉണ്ടാവും. പിന്നെ മ്യൂസിക്കൽ ഏരിയ ഉണ്ടാവും, അവിടെ കുറെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാകും. പിന്നെ ഗാർഡൻ ഉണ്ടാകും, വെജിറ്റബിൾ ഗാർഡനും അല്ലാതുള്ള ഗാർഡനും. സാൻഡ് പിറ്റ് ഏരിയ ഉണ്ടാവും, വാട്ടർ പ്ലേ ഏരിയ ഉണ്ടാവും, കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കാനും പിന്നെ ചെടി നടാനും. കാലുകൊണ്ട് ഇങ്ങനെ മണ്ണ് കുഴയ്ക്കും. പണ്ട് നമ്മുടെ ഈ കൃഷിയൊക്കെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുമായിരുന്നു. മണ്ണ് നല്ലപോലെ കാലുകൊണ്ട് കുഴച്ച്, പിന്നെ പോട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ കാലുകൊണ്ട് കുഴയ്ക്കൂലേ, അങ്ങനെയൊക്കെ കുട്ടികളെ മണ്ണുമായിട്ട് നേച്ചറുമായിട്ട് കണക്ട് ചെയ്താണ് ഈ സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചർ ഏരിയയിൽ വരുന്നത്. പിന്നെ ഞാനൊരു മോണ്ടിസോറി സ്കൂളിൽ പ്രാക്ടീസിന് ഇപ്പോൾ അവിടെ കുട്ടികളെ കൊണ്ട് ചെടിയൊക്കെ നടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വാട്ടർ പ്ലേ ഏരിയ എന്ന് പറയുമ്പോൾ, വാട്ടർ പ്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ഒരു അപകടം ആണല്ലോ. അതുകൊണ്ട് സാർ അവിടെ സ്വിമ്മിംഗ് പൂളായിട്ട് ഉണ്ടാക്കിയില്ല. നമുക്ക് ഇങ്ങനെ വാങ്ങാൻ കിട്ടുമല്ലോ ഒരു റെഡിമെയ്ഡ് സ്വിമ്മിംഗ് പൂൾ, എയർ നിറച്ച് ഇങ്ങനെ ഇതാക്കുന്നത്. അതാകുമ്പോൾ വലിയ അപകടമൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക്. അത് തന്നെ ഭയങ്കര ഇഷ്ടം. ഓക്കെ, അപ്പൊ ഈ 5 ഏരിയ ആണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ വരുന്നത്. വേറൊരു ബാച്ചില് ഈ 5 ഏരിയയെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ ഒരു കുട്ടി പറയാണ്, അതിന്റെ ഒരു കസിൻ സിസ്റ്റർ, അതിന് ട്വിൻസ് ആണ് ഉണ്ടായത്. കുട്ടികൾക്ക് 1 വയസ്സാകാറായപ്പോഴേക്കും അത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഏരിയ മുഴുവനും ഇതുപോലെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ചു. ആ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയിരുന്ന് ഓരോന്ന് ചെയ്യാനായിട്ട്. അവര് കാർട്ടൂൺ കാണാനോ മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാനോ അവർക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അവരിപ്പോ ഏകദേശം ഒരു UKG-യിലായി. അവർ ആ ഏരിയ, അപ്പൊ ഓരോ ഏജ് കൂടുന്നതിനനുസരിച്ച് അതവര് മോഡിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ സമപ്രായക്കാരൊക്കെ വരുന്ന സമയത്ത് അവര് വിളിച്ചുകൊണ്ട് പോകും ഈ ഒരു ഏരിയയിലേക്ക്. എന്നിട്ട് പോയിരുന്ന് അവരുമായിട്ടിരുന്ന് കളിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഫോർസൈറ്റില് പാരന്റ്സ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അവർ മൊബൈൽ ഉപയോഗിക്കുമൊന്നുമില്ല, കുട്ടികൾക്ക് അത് അറിയില്ല. അതിലേക്ക് അവർ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. TV പോലും ആ കുട്ടികൾക്ക് കാണാൻ ഇഷ്ടമല്ലെന്നാ പറയുന്നത്. ഇപ്പൊ UKG ആയി. അപ്പൊ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചു എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് ഇനിയിപ്പം പാരന്റ് ആകാൻ പോകുന്നവർക്കും ഇതുപോലെ കുട്ടികളെ വീട്ടിലുള്ളവർക്കും വേണമെങ്കിൽ നമ്മൾക്കുള്ള സൗകര്യത്തിൽ നമ്മുടെ ഒരു സ്പേസിൽ നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ സൃഷ്ടിച്ചെടുക്കാം. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെയായിരുന്നു നമ്മൾ ചാപ്റ്റർ ലെസൺ? നിങ്ങൾക്ക് അസൈൻമെന്റ്സ് ഏതൊക്കെ തന്നു എന്ന് പറയാമോ? ഇപ്പൊ ആക്ടിവിറ്റീസ് ആയിരുന്നില്ലേ അസൈൻമെന്റ്? ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടാവില്ലായിരിക്കും. ക്ലാസ് റൂമിൽ ഇട്ടിരുന്നോ അതോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ കോമൺ ആയിട്ട് കൊടുക്കുന്ന ചില അസൈൻമെന്റ്സ് പറയാം. ക്വസ്റ്റ്യൻ പറയാം, ക്ലാസ് റൂമിലേക്ക് ഞാൻ ഇട്ടേക്കാം. ഹെൽത്ത്, ഞാൻ അഥവാ ഫ്രൈഡേ ആയിട്ടും ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ വരുന്നില്ലെങ്കിൽ, ഫ്രൈഡേ മോർണിംഗ് ആയിട്ടും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യാറെങ്കിലും എനിക്കൊന്ന് ഒരു മെസ്സേജ് ഇട്ടേക്കണേ. ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് നിങ്ങൾ കളക്ട് ചെയ്യണം. മിനിമം 3 അത് ചെയ്തതാണ്. ഓക്കെ, പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ഏതൊക്കെയാ ചെയ്തേ? മിസ് തന്നത് 4 എണ്ണാണ്. ഒന്ന് കമ്പാരിസൺ ടേബിൾ ഓഫ് ഹെൽത്തി പീപ്പിൾ ആൻഡ് ഇൽ പീപ്പിൾ. പിന്നെ 10 ഇൻഡിവിജ്വൽസിന്റെ അടുത്ത് ഹെൽത്തിനെ പറ്റിയിട്ട്. ഓക്കെ, അതും തന്നു. 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ? ഒരു സർവേ പോലെ നിങ്ങൾ ചെയ്തിട്ട് ആളുകളുടെ അടുത്ത് പോയി സംസാരിച്ച് ഡേറ്റ കളക്ട് ചെയ്ത് സെപ്പറേറ്റ് phrases. അളകയുടെ വോയിസ് ബ്രേക്ക് ആവും. ഓക്കെ, പിന്നെ വേറെ ഏതെങ്കിലും തന്നിട്ടുണ്ടായിരുന്നു? പിന്നെ മിസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിമോട്ട് കൺട്രോളിൻ്റെ. ഓക്കെ,
വേരിയസ് ഏജൻസീസിൻ്റെത് അത് മിസ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ക്ലാസ്സിൽ പറയാത്തത് ഞാൻ തന്നേക്കാം കേട്ടോ. കമ്പാരിസൺ ടേബിൾ ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. പിന്നെ 10 ഇൻഡിവിജ്വൽസിനെ കണ്ടിട്ട് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ അതിന് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുന്നു, അത് വന്നോ? ദെൻ ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്, അതും വന്നു. collect the details of various agencies which are providing health related awareness. Okay, fine. First യൂണിറ്റിൽ ഞാനൊരു അസൈൻമെന്റ് കൊടുക്കാറുണ്ട്. അത് കളക്ട് പിക്ചേഴ്സ് റിഗാർഡിംഗ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. അത് തന്നിരുന്നു? ഓക്കെ. അപ്പൊ ഓക്കെ, ഇപ്പൊ കളക്ട് പിക്ചേഴ്സ്, ഒരു പിക്ചർ മതിയാകും. നിങ്ങൾക്ക് കൂടുതൽ പിക്ചർ കളക്ട് ചെയ്യണോ ചെയ്യാം, പിന്നെ സ്വന്തം പിക്ചർ വെക്കണോ അങ്ങനെയും ചെയ്യാട്ടോ. റിഗാർഡിംഗ് ഹെൽത്ത് എന്ത് പിക്ചർ ആയിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യാം? നമ്മളുടെ ഏതെങ്കിലും ഹെൽത്തി ഹാബിറ്റ്സ്, രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, അതൊക്കെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണല്ലോ. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്നു, യോഗ ചെയ്യുന്നത് മിസ്സേ, എക്സസൈസ് ചെയ്യുന്നത്, എന്തോ യോഗയൊക്കെ ചെയ്യുന്നതിന്റെ പിക്ചേഴ്സ് ചെയ്യാം. പിന്നെ അതിന്റെ അടുത്തത് വരുന്നുണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ്, റണ്ണിങ്, വാക്കിംഗ്, സ്വിമ്മിങ്, അല്ലെ, എറോബിക്സ്, അതിന്റെ ഏതെങ്കിലും പിക്ചേഴ്സ് ഇടാം. വെൽനസിന് എന്ത് പിക്ചേഴ്സ് ഇടും? മെഡിറ്റേഷൻ ആണോ? വെൽനസിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നോ? യൂണിറ്റ് 1 ഞാനാണോ എടുത്തത്? വെൽനസിന് ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് വെൽനസിനെ പറ്റി ഒരു ബ്രീഫിംഗ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ യു ക്യാൻ ഷെയർ ഓൾസോ. മെഡിറ്റേഷൻ ചെയ്യുന്നത് വെൽനസിന്റെ പിക്ചർ ആക്കിയിട്ട് ഇടാൻ പറ്റും. ഓക്കെ, പ്രോബ്ലം ഇല്ല. ഞാൻ ഇത് ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടുമായിരിക്കും. എനിക്ക് നല്ല ജോബ് ഉണ്ട്, നല്ല സാലറി കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര പ്രഷറാണ് ഓഫീസിൽ നിന്നും എന്റെ ബോസ്. എനിക്ക് സമാധാനം ഉണ്ടാവും. എത്ര സാലറി കിട്ടുന്നു എന്ന് പറഞ്ഞാലും എന്നെ പ്രഷറൈസ് ചെയ്യുന്നു. എനിക്ക് എപ്പോഴും എന്താ പറയാ, എനിക്ക് മര്യാദയ്ക്ക് ഇരുന്ന സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. സോ ഞാൻ വെല്ലല്ല അല്ലെ. അതുപോലെ എനിക്ക് വീടുണ്ട്, എനിക്ക് കറക്റ്റ് നല്ല ഹെൽത്തി ഫുഡ് ഉണ്ട്, എനിക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ വീട്ടിലൊട്ടും സമാധാനം ഇല്ല, വഴക്കും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വെല്ലാന്ന് എനിക്ക് പറയാൻ പറ്റും. സോ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ഒരു ഓവറോൾ ആണല്ലേ. പിന്നെ ഈ റൂമില് ഫാൻ ഉണ്ട്, വേണമെച്ചാൽ എനിക്ക് AC ഓൺ ചെയ്യാം, ലൈറ്റ് കുറയുണ്ട്, ഇതെല്ലാം അങ്ങ് ഓഫായി പോവുക. പക്ഷെ എനിക്ക് ക്ലാസ് എടുക്കണം, ചൂട് കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, പിന്നെ നല്ല വെളിച്ചം കിട്ടുന്നില്ല. സോ ക്ലൈമറ്റ് എന്റെ വെൽനെസ്സിനെ ബാധിക്കും അല്ലെ. നമ്മൾ നല്ല പോലെ പുതിയ സാരിയൊക്കെ വാങ്ങി, അല്ലെങ്കിൽ ഡ്രസ്സ് എല്ലാം വാങ്ങി, കുറെ ആക്സസറീസ് എല്ലാം വാങ്ങി, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ മാരേജ് ഫംഗ്ഷന് പോവാനായിട്ട് റെഡിയായി ഇറങ്ങി പുറത്തിറങ്ങിയത് ഭയങ്കര മഴ, ഭയങ്കര കാറ്റും മഴയും. അപ്പൊ നമ്മൾക്ക് എന്ത് തോന്നും? സന്തോഷം തോന്നും. ഭയങ്കര നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകും, ഫ്രസ്ട്രേറ്റഡ് ആയി പോകും, ചിലപ്പോ ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വരും അല്ലെ. സോ ക്ലൈമറ്റ് നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കും. നമ്മൾക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്ക് എന്താ പറയുക, ക്യാഷ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആകും, നമുക്കൊരു സമാധാനവും സന്തോഷവും ഉണ്ടാവില്ല അല്ലെ. സോ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കുന്നു. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരാൾ വന്ന് താമസിക്കുന്നു, നമുക്ക് ഭയങ്കര ഹാപ്പിയായി, പുതിയൊരു ഫാമിലി വന്നു, ഒരു കൂട്ടായല്ലോ സംസാരിക്കാൻ, നമ്മൾ ഭയങ്കര വെൽക്കമിങ് സ്മൈലൊക്കെ ആയിട്ട് അവരുടെ അടുത്തേക്ക് ചെയ്തു. പക്ഷെ അവര് മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളെ അങ്ങ് അവോയ്ഡ് ചെയ്യും, അവര് ആരോടും മിണ്ടുന്നില്ല, സോഷ്യലൈസ് ചെയ്യുന്നില്ല. സോ സോഷ്യൽ വെൽനെസ് അതൊരു കാര്യമാണല്ലേ. നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, നമ്മളൊക്കെ കുറെ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മളൊരു ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നുണ്ട്, സോഷ്യലി ആക്സെപ്റ്റബിൾ പേഴ്സൺ ആയിരിക്കണം. സോ സോഷ്യൽ വെൽനെസ്സും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ.
ഫിസിക്കൽ വെൽനസ്. പലപ്പോഴും വെൽനസ്സും ഹെൽത്തും കൂടെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഫിസിക്കൽ വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി. നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് വെല്ലാണെന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നമ്മളുടെ ആക്ടിവിറ്റീസ്, ഡെയിലി ആക്ടിവിറ്റീസ് ഒരു വീക്ക്നെസ്സും ഇല്ലാതെ ചെയ്യാനായിട്ട് പറ്റണം. ദാറ്റ് ഇസ് ഫിസിക്കൽ വെൽനസ്. അങ്ങനെ വെൽനസിന് കുറെ ഡയമെൻഷൻസ് ഉണ്ട്. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെ തന്നെ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ജസ്റ്റ് ഞാനത് ഓരോന്ന് പറയാം. ഞാനൊന്ന് ഓവറോൾ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഫസ്റ്റ് വൺ ആണ് ഫിസിക്കൽ വെൽനസ്. ഞാനിപ്പോ പറഞ്ഞു, ഫിസിക്കൽ വെൽനസിന്റെ കാര്യം പറഞ്ഞു. അതായത് നമുക്ക് ഹെൽത്ത്, നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ടിരിക്കുന്നു, നമുക്ക് ആക്റ്റീവായിട്ട് വീക്ക്നെസ് ഒന്നും ഇല്ലാതെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റണം. നമ്മൾ എടുക്കുന്ന ഭക്ഷണം, നമ്മൾ നല്ല ഭക്ഷണമല്ല എടുക്കുന്നെങ്കിൽ അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന്റെ വെൽനസിനെ ബാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ലൈഫിന്റെ സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം ഫിസിക്കൽ ഹെൽത്തിൽ വരും, ഫിസിക്കൽ വെൽനസ്സിൽ വരും. നെക്സ്റ്റ് ഇമോഷണൽ വെൽനസ്. എവ്രിബഡി ഹാസ് ഇമോഷൻസ്, ഫീലിങ്സ് അല്ലെ? നമുക്ക് പല രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ അത് മാത്രമല്ല, നമ്മളുടെ എല്ലാ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. എപ്പോഴും സന്തോഷം മാത്രമല്ല, നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം, ദുഃഖങ്ങൾ ഉണ്ടാകാം, ആളുകളെ നമുക്ക് നഷ്ടപ്പെടാം എന്നേക്കുമായിട്ട്. അങ്ങനെ പല രീതിയിലുള്ള അപ്പ് ആൻഡ് ഡൗൺസ് നമ്മളുടെ എല്ലാം ലൈഫിൽ നടക്കും. ഇങ്ങനെ വരുന്ന ഈ ഒരു സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ ഇമോഷണൽ വെൽനസ്. നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു ലൈഫിൽ വരുന്ന പ്രഷേഴ്സ്, അതുപോലെ തന്നെ ചേഞ്ചസ്, ടഫ് സർക്കംസ്റ്റാൻസസ്. ഫ്ലഡ് വന്നു, ഭയങ്കര ടഫായിട്ടുള്ള സിറ്റുവേഷൻസും സർക്കംസ്റ്റാൻസസും വന്നു, അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തു. ഓക്കെ, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് അതേഴ്സ്, ഇതെല്ലാം ഇമോഷണൽ വെൽനസ്സിൽ വരും. നമ്മളുടെ എബിലിറ്റി, സ്ട്രെസ്സിനെ ആയിട്ട് കോപ്പപ്പ് ചെയ്യാൻ, മാനേജ് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ സ്റ്റെബിലിറ്റി ഓഫ് മൂഡ്. മേ ബി മോർണിംഗ് എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫ് ആകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ അവെയർ ആയിരിക്കണം. ഞാൻ ഒരു ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു മൂഡ് സ്വിങ് ആ ഒരു ഗ്രൂപ്പിലുള്ളവരെ ബാധിക്കരുത്. എന്റെ മൂഡ് സ്വിങ്, എന്റെ മൂഡ് ഓഫ് ആ ഒരു ഇത് ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരെ ബാധിക്കരുത്. സോ ഞാനത് മാനേജ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരാളോ, അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറാണെന്ന് വിചാരിക്കുക, പേഷ്യൻസിനെ നോക്കേണ്ട ഒരാളാണ്. അപ്പൊ ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത്, ഞാൻ പോട്ടെ ഒരാളെ ഏൽപ്പിക്കുകയാണ്, ഫുൾ ഇരുന്ന് വായിക്കൂ, ഐ എം നോട്ട് വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് ആ ക്ലാസ് പോവായിരിക്കും. പക്ഷെ ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ എത്രയോ പേഷ്യൻസിന്റെ ജീവിതം അവരുടെ കയ്യിലാണല്ലേ. അപ്പൊ അതുകൊണ്ട് ഏതൊരു ഏരിയയിലുള്ളവരാണെങ്കിലും ശരി, ആ ഒരു മൂഡ്സിൽ ഒരിക്കലും മറ്റുള്ളവരിലേക്ക് അങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് പോകരുത്. അതിനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് പറ്റണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. സോഷ്യൽ വെൽനസ്, സോഷ്യൽ ആക്സെപ്റ്റൻസ്. നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. പിന്നെ ആ ഒരു സൊസൈറ്റിക്ക് നമുക്കറിയാം, മദർ നേച്ചർ നമുക്ക് എന്തോരം റിസോഴ്സസ് ആ തരുന്നത്. അപ്പോ ആ ഒരു മദർ നേച്ചറിന് നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാരും ഒന്ന് കൺഫ്യൂസ്ഡ് ആകും അല്ലെ. എപ്പോഴും APJ സാറ് എറണാകുളത്ത് വന്ന സമയത്ത് വരുന്ന റോഡിന്റെ സൈഡിൽ നിന്ന് മരങ്ങളെല്ലാം കൂടെ വെട്ടിക്കളഞ്ഞു, റോഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് ഭയങ്കരമായി അത് ഫീൽ ചെയ്തു, ദേഷ്യം വന്നു. അദ്ദേഹം ഏറ്റവും ആദ്യം പറഞ്ഞത്, എത്രയും പെട്ടെന്ന് വെട്ടിക്കളഞ്ഞതിനേക്കാൾ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്ന് അദ്ദേഹം വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു. അപ്പൊ അതാണ് ഈ ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷൻ. ഞാൻ ഈ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, സോ ആ സൊസൈറ്റിക്ക് വേണ്ടി എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഞാൻ ഒരു ഇൻഡിവിജ്വൽ ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നു, ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്നുള്ള ഫീല് നമുക്ക് വരും. ചില ആളുകൾ സോഷ്യലൈസ് ചെയ്യില്ല, അവരിങ്ങനെ ഒറ്റയായിട്ട് ജീവിക്കും.
അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ ചിലരങ്ങനെ സോഷ്യലൈസ് ചെയ്യാത്തതിന്റെ കാരണം അവരുടെ മെന്റൽ ഡിസോർഡർ ആണ് കേട്ടോ. ഇപ്പൊ സ്ക്രീസോഫ്രീനിയ ഒക്കെ വന്നവര് അവരുടെ മെയിൻ പ്രശ്നം അവർ സോഷ്യലൈസ് ചെയ്യില്ല. അതൊക്കെ മെന്റൽ ഡിസോർഡർ കൊണ്ടുള്ളതാണ്, അല്ലാതെ അല്ല കേട്ടോ. നെക്സ്റ്റ് ഇന്റലക്ച്വൽ വെൽനസ്. നമ്മുടെ ഇന്റലക്ച്വൽ വെൽനസ്, നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ അനലൈസ് ചെയ്ത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മളത് നോളജ് ആക്കി വെക്കുമല്ലേ, ഒരു അറിവ്. ഇപ്പൊ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് എനിക്ക് പരിമിതമാണെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. സോ അറിയുന്നത് ഞാൻ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നത് യാതൊരു പ്രയോജനമില്ല. അത് ഞാൻ മറ്റുള്ളവരിലേക്ക്, ഞാൻ ആ നോളജ് നല്ലതുപോലെ അക്വയർ ചെയ്യണം, തെറ്റുകളൊന്നും പഠിക്കുകയും ചെയ്യരുത്. അത് മറ്റുള്ളവരിലേക്ക് എനിക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ദാറ്റ് ഇസ് ഇന്റലക്ച്വൽ വെൽനസ്. അതുപോലെ എന്തും നമ്മളുടെ നോളജ് മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന, യൂസ്ഫുൾ ആകുന്ന, ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഇന്റലക്ച്വൽ വെൽനസ്. അത് മാത്രമല്ല, ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ്, അതും ഇന്റലക്ച്വൽ വെൽനസ് ആണ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റും. That is depending on intellectual wellness. Then spiritual wellness. Spiritual life and spiritual wellness, spiritual health എന്നൊക്കെ പറയും. അതായത് നമുക്കറിയാം നമ്മളുടെ ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാം പല രീതിയിലുള്ള ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നതാണ്, പല രീതിയിലുള്ള റിലീജിയസ് ബിലീഫും ഉണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് റിലീജിയസ് ബിലീഫ് ഒന്നും ഉണ്ടാവില്ല, ലൈക്ക് അവർക്ക് ആ വിശ്വാസങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും they know that some force is controlling us. ഏതോ ഒരു ഫോഴ്സ് നമ്മളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സയൻസ് എന്നുള്ള രീതിയിൽ അവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രാത്രി ഉണ്ടാകുന്നതും പകലുണ്ടാകുന്നതും സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും മൂണിനെയും സ്റ്റാർസിനെയും എല്ലാം നമ്മൾ കാണുന്നത്, ചെടി വളരുന്നത്, അങ്ങനെ. അപ്പൊ അതുകൊണ്ട് അവർ ആ ഒരു കാറ്റഗറിയിൽ വരുന്നവർ പറയും യെസ്, സം ഫോഴ്സ് ഈസ് കൺട്രോളിങ് അസ് എന്നുള്ള രീതിയിൽ അവർ സമ്മതിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മളെ സൃഷ്ടിച്ചപ്പോ നമ്മുടെ ഉള്ളിൽ ഒരു ഫാക്ടറി തന്നെ ഉണ്ടല്ലേ, അതുപോലെയാണ് ഇന്റേണൽ ഓർഗൻസ് എല്ലാം കറക്റ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഓരോരോ ഭാഗങ്ങളിലായിട്ട്. അങ്ങനെ ഇപ്പൊ ഈ സ്പിരിച്വൽ വെൽനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ റിലീജിയസ് ബിലീഫ് ഫോളോ ചെയ്യും. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടാകുമ്പോൾ കുറെ കഴിയുമ്പം അവനും ഈ ഒരു, അല്ലെങ്കിൽ അവളും ഈ ഒരു ബിലീഫിലൂടെ കടന്നു പോകും. അപ്പൊ നമ്മള് കുട്ടികൾക്ക് ഈ ട്രഡീഷൻസ് അല്ലെങ്കിൽ റിലീജിയസ് ബിലീഫ് പകർന്നു കൊടുക്കുമ്പോൾ ശരിക്കും അവരിലേക്ക് എത്തുന്നത് കുറെ മോറൽ വാല്യൂസ് ആണ്. ലവ്, പീസ്, ബ്രദർഹുഡ്, ആ ഒരു ഹാർമോണിയസ് ആയിട്ട് എങ്ങനെ മാറാം, അതാണ് കുട്ടികൾക്ക് തമ്മിൽ ഭയങ്കര ഇഷ്ടം അല്ലെ. അവര് ഒരിക്കലും അവരുടെ ഉള്ളില് വിരോധം അങ്ങനെയുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സ് ഒന്നും ചെല്ലുന്നില്ല, നെഗറ്റീവ് ന്യൂട്രിയൻസ് ഒന്നും ചെല്ലുന്നില്ല. ഈ പോസിറ്റീവ് ന്യൂട്രിയൻസ് ആണ് ചെല്ലുന്നത്. അതുകൊണ്ട് ഇപ്പം കുറെ മാറ്റങ്ങളാണ് സ്കൂളുകളിലൊക്കെ അല്ലെ. എല്ലാ ഫെസ്റ്റിവൽസും അങ്ങ് ആഘോഷിക്കുക, എല്ലാവരും ഒരുമിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട്. അതൊന്നും ഓണമായാലും ക്രിസ്മസ് ആയാലും ഈദായാലും എന്ത് തന്നെയായാലും എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കും. അപ്പൊ ആ ഒരു സ്പിരിച്വൽ വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ സെൽഫ് നമ്മൾ തിരിച്ചറിയുന്നു, അതേഴ്സിനോട് നമ്മൾ എങ്ങനെയാണെന്നുള്ളതും, പിന്നെ ഈ ഒരു യൂണിവേഴ്സിന്റെ ആ ഒരു ഇമ്പോർട്ടൻസും അതിൽ നമ്മൾ ആരാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ അങ്ങനെ ആക്സെപ്റ്റൻസ്, മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാനും ഇങ്ങനെ ഒരു ഫോഴ്സും ഉണ്ട്. പിന്നെ നമ്മളുടെ ഉള്ളിലെല്ലാം വാല്യൂസ്, മോറൽ വാല്യൂസ് വരും. അതാണ് നമ്മൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളിലും അത് വരുന്നുണ്ട് ഇതിലൂടെ എല്ലാം. എല്ലാ റിലീജിയസിന്റെയും അവർ ചെന്നെത്തുന്നത് ഒന്നിൽ തന്നെയാണ് അല്ലെ. എല്ലാ പീസ്, ബ്രദർഹുഡ്, സ്നേഹം, സഹോദര്യം, ആ ഒരു യൂണിറ്റി, അതിലേക്കാണ് ചിലത്. നെക്സ്റ്റ് ഒക്കുപേഷണൽ വെൽനസ്. പലരും പല ജോബിലേക്ക് പോകും, പക്ഷെ നമ്മളുടെ പാഷനിൽ ഒരു ജോബ് കിട്ടുക എന്നുള്ളതാണ് വളരെ ലക്കാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുക, നമ്മളുടെ ചോയ്സ് ഓഫ് പ്രൊഫഷൻ, അതാണ് ഒക്യുപേഷണൽ വെൽനസ് വരുന്നത്. അതിലൂടെ കിട്ടുന്ന ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോലി കിട്ടുന്നു അതിന്റെ സാറ്റിസ്ഫാക്ഷൻ. അത് മാത്രമല്ല നമ്മുടെ കരിയർ ഗ്രോത്ത്, ആ കരിയർ അംബീഷൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഗ്രോത്ത്. ചിലർക്ക് റിലേറ്റഡ് സ്റ്റഡി, ജോലിക്കൊപ്പം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് അവർ ചെയ്യും. ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എന്ത് ജോബിലോ ഉള്ളവരാണെങ്കിലും. പിന്നെ നമ്മളുടെ പേഴ്സണൽ പെർഫോമൻസ് അല്ലെ. ഒരു ഓഫീസ് എന്ന് പറയുമ്പോൾ കുറെ സ്റ്റാഫ് ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലുള്ള നമ്മളുടെ പെർഫോമൻസ്, നമ്മളുടെ ഗ്രോത്ത് കരിയറിലുള്ളത്, ഇതെല്ലാം ഒക്യുപേഷണൽ വെൽനസിന്റെ കമ്പണൻസ് ആണ്. പിന്നെ എൻവയോൺമെന്റൽ വെൽനസ്. അപ്പൊ ജോബിന്റെ കാര്യം പറഞ്ഞു, നമുക്ക് പേഴ്സണൽ ലൈഫ് ഉണ്ട്,
പ്രൊഫഷണൽ ലൈഫ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളൊരു സൊസൈറ്റിയിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് അല്ലെ. ഈ 3 ഫേസസിലൂടെ നമ്മൾ കടന്നു പോവുക. പേഴ്സണൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, കമ്മ്യൂണിറ്റി ലൈഫ്. അപ്പോ ഈ 3 നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്, അതാണ് നമ്മൾ കടന്നു പോകുന്ന 3 എൻവിയോൺമെന്റിന്റെ 3 ഫേസസ് ആണ് ഈ 3 ഏരിയ. അപ്പൊ അത് 3 നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എൻവിയോൺമെന്റൽ വെൽനസ്. ഫിനാൻഷ്യൽ വെൽനസ് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. ഫിനാൻഷ്യലി നമ്മൾ ബുദ്ധിമുട്ടില്ലാതെ നമ്മളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾക്ക് ഒരു ഫിനാൻഷ്യൽ ലെവൽ ഉണ്ട് എങ്കിൽ നമുക്ക് ടെൻഷനോ ഇതൊന്നും വരില്ല. കാരണം നമുക്കറിയാം പെട്ടെന്നൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിന് ചേർക്കണമെങ്കിൽ ചിലപ്പോൾ ക്യാഷ് അധികം വേണ്ടതാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതായത് കാശില്ല എന്നതുകൊണ്ട് നമുക്ക് ശരിയായ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കിട്ടാതെ വരിക, കുട്ടികള് വേറെ എന്തെങ്കിലും പഠിച്ച് തൃപ്തി അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് വല്ലാതെ ബാധിക്കും. ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണല്ലേ. പിന്നെ ഇപ്പം ഗവൺമെന്റും ലോക്കൽ അതോറിറ്റീസും ഫെഡറൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എല്ലാം കൂടെ നോക്കിയിട്ട് ഈ ഫിനാൻഷ്യൽ ഡിസ്ക്രിമിനേഷൻ വരാത്ത രീതിയിൽ, ആളുകൾക്ക് ഒരു തരംതിരിവ് വരാത്ത രീതിയിൽ അവർ പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് അത്ര കാര്യമായ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. നമുക്കറിയാം റേഷൻ കാർഡ് തന്നെ പല കളറ്, ചിലർക്ക് ഫ്രീ ആണ്, ചിലർക്ക് ചെറിയ എമൗണ്ട് കൊടുത്താൽ മതി, ഇൻകമിനനുസരിച്ച് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലില് പിന്നെ സീനിയർ സിറ്റിസൺ ആവുമ്പോ അങ്ങനെ ലേഡീസ് അങ്ങനെ ഓരോ ഫിനാൻഷ്യൽ ഇൻകമിന്റെ അനുസരിച്ച് പല രീതിയിലുള്ള പ്രിവിലേജും പല സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അപ്പൊ ഫിനാൻഷ്യൽ വെൽനസ് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതുപോലുള്ള ഏതെങ്കിലും ഏജൻസി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് വേണ്ടി വരും. നെക്സ്റ്റ് കൾച്ചറൽ വെൽനസ്. ഇത് പറഞ്ഞപ്പോ ഒരു ബാച്ചിൽ ഒരു കുട്ടി പറയുമായിരുന്നു, അത് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തില് 14 ഡിസ്ട്രിക്ട് ഉണ്ട്. ഈ 14 ഡിസ്ട്രിക്റ്റിലും പല പല റീജിയനിലും പല രീതിയിലുള്ള കൾച്ചറാണ്. സംസാരിക്കുന്ന ഡിഫറെന്റ് ഉണ്ടാവും, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടാകും, അങ്ങനെ പല രീതിയിലും. അപ്പോ അങ്ങനെ വന്നപ്പോ ഈ കുട്ടി ഒരു ഏരിയയിൽ നിന്നും വേറൊരു റീജിയനിലേക്ക് കല്യാണം കഴിച്ചു ചെന്നു. ഇത് ഭക്ഷണം കഴിക്കുന്നില്ല, ഭയങ്കര വീക്കാന്ന് ഇത് സ്വയം ക്ലാസ്സിൽ ഇരുന്ന് പറയുമോ. ഞാൻ ചോദിച്ചു അതെന്താണ്. അപ്പൊ പറഞ്ഞത് എന്റെ വീട്ടില് ഫുഡ് വെക്കുന്ന പോലെയല്ല അവിടെ ഫുഡ് വെക്കുന്നത്, എനിക്ക് ആ ഭക്ഷണം ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾക്ക് എന്തിനും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ. ഞാൻ ചോദിച്ചു കുക്ക് ചെയ്യാൻ അറിയാമോ ചോദിച്ചു. എനിക്കറിയാം കുക്ക് ചെയ്യാൻ. എന്നാ കുക്കിംഗ് തുടങ്ങിക്കോ. അപ്പൊ കുക്ക് ചെയ്ത് ആ ആളുടെ നാട്ടിലെ സ്റ്റൈലിൽ കുക്ക് ചെയ്ത് അവർക്ക് കൊടുക്കും, അവരും എൻജോയ് ചെയ്യട്ടെ. അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അല്ലാതെ എത്ര കാലം ഈ കുട്ടി ഭക്ഷണം കഴിക്കാറുണ്ട് പറയുന്ന ഞാൻ വല്ലാതെ ക്ഷീണിച്ചു, വീക്കായി, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ തുടങ്ങി കേട്ടോ. ഞാൻ കാര്യം ചോദിച്ചപ്പോഴേ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെ എന്തോ എണ്ണ കൂടുതലും യൂസ് ചെയ്യുന്നു, അങ്ങനെ എന്തോ ആണ് റീസൺ പറഞ്ഞത്. ഈ കൾച്ചറൽ വെൽനസ് പിന്നെ അതുപോലെ ഫെസ്റ്റിവൽസ് നമ്മളിത് ഫോളോ ചെയ്യുന്നത് ഓരോ ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഓണം ഒരു രീതിയിലായിരിക്കും, അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. ഞാൻ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയപ്പോഴും ഇതേ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എനിക്ക് ഇത് വേണം എന്നൊന്നും പറയാനൊന്നും അങ്ങനെയൊന്നും തോന്നിയില്ല. പക്ഷേ എന്റെ മദറിനും മനസ്സിലാക്കി. അമ്മ എന്നിട്ട് നെക്സ്റ്റ് ഓണം തുടങ്ങി. കാരണം അവിടെ ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൂവിടുവോ അങ്ങനെയൊന്നുമില്ല. നമ്മള് 10 ദിവസം പൂവിട്ട് അങ്ങനെ ചെറുപ്പം ഓർമ്മ വെച്ച ആളോടെങ്കിൽ അങ്ങനെയാണേ. അപ്പൊ അങ്ങനെ ചെയ്ത് പിന്നെ വെജ് ആയിരിക്കും, ഫുൾ വെജ് സദ്യയാണ് ഇലയില്. അവിടെ ഇങ്ങനെ വെജ് ഒന്നും ആയിരുന്നില്ല, നോൺ ആയിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൊക്കെ ആയിരുന്നു. അമ്മയ്ക്ക് ഇത് മനസ്സിലായി. പിന്നെ അമ്മ അങ്ങ് ഡിക്ലറേഷൻ, ഇനി ഓണത്തിന് വിഷുവിന് നമ്മൾ വെജ് സദ്യ എന്ന് പറഞ്ഞിട്ട് അമ്മ ഡിക്ലെയർ ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് വിഷു, ആദ്യത്തെ വിഷു വന്നപ്പോഴേക്കും അവിടെ കണി വെക്കില്ല. വിഷുവിന് കണി വെക്കുന്നത് എല്ലാവർക്കും അറിയാലോ, കണി വെക്കില്ല. ഞാൻ എന്റെ ചെറുപ്പം ഓർമ്മ വെച്ച കാലം തുടങ്ങി വിഷുവിന് കണി കണ്ടിട്ടാണ് നീറ്റിട്ടുള്ളത്. അതും കൂടെ വന്നപ്പോഴേക്കും എനിക്കതിനെ സഹിക്കാൻ പറ്റില്ല, ഭയങ്കര സങ്കടം. പക്ഷെ ഞാൻ എക്സ്പ്രസ് ചെയ്തില്ല. അപ്പോഴും അമ്മ എന്ത് ചെയ്തു, എന്നെ അടുത്ത വിഷു ആയപ്പോ ഞങ്ങൾ എന്നെ വിളിച്ചോണ്ട് ഷോപ്പിങ്ങിന് പോവാണേ. പോണ വഴിക്ക് എന്നോട് നമുക്കൊരു ഉരുളി വാങ്ങണം കണി വെക്കാൻ, എന്നിട്ട് നമുക്ക് കണി വെക്കാത്തത്. അങ്ങനെ ഞങ്ങളെ രണ്ടുപേരും ഉരുളി കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നു. രസകരമായ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹസ്ബൻഡിന്റെ അച്ഛന് അനിയന്മാരുണ്ട്. അപ്പൊ അവരുടെ വീടുകളിലൊന്നും തൊട്ടടുത്തൊക്കെ ആട്ടോ അവരും ഇതുപോലെ കണി വെക്കില്ല.
നമ്മളിങ്ങനെ കണി വെക്കാനായിട്ട് ഉള്ളിയൊക്കെ വാങ്ങി തോന്നിപ്പിക്കും, അവരും പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് അങ്ങനെ എല്ലാരും കണി വെച്ചു. പ്രാവശ്യം അല്ല, അന്ന് തുടങ്ങിയിട്ട് ഒരു 21 years ആയി കണി വെച്ച് തുടങ്ങി. ഹസ്ബൻഡ് എന്നെ കളിയാക്കി പറയും, അവിടെ വിഷു കണ്ടുപിടിച്ചത് ജിഷയാണ്. കാരണം ആ ഒരു, പക്ഷെ അവർ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ലേ, അവിടെ എന്റെ മിടുക്കല്ല കേട്ടോ, ശരിക്കും അവരത് ആക്സെപ്റ്റ് ചെയ്തു. അവരുടെ കൾച്ചർ അല്ലാത്ത വേറൊരു കൾച്ചർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് അവർക്ക് ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും എനിക്ക് വളരെ സന്തോഷം തോന്നിയത്. അപ്പൊ കൾച്ചറൽ എൽനെസ് അതാണ്. പലപ്പോഴും ആളുകൾക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറ്റാതെ വരും ഡിഫറെന്റ് കൾച്ചർ വരുമ്പോൾ. ഇതെല്ലാമായിട്ട് ശരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റിൽ വളരുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അഡാപ്റ്റേഷൻ വളരെ എളുപ്പം പറ്റും എന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. പൊരുത്തപ്പെടുക നമ്മൾ പറയില്ലേ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ഉണ്ട്. ഒരു റിലീജിയനില് കല്യാണത്തിന് പറയില്ലേ, നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കണം. ഐ തിങ്ക് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ആ ഒരു സെന്റൻസ്. എന്തൊരു മനോഹരമായ സെന്റൻസ് ആണ് അത്. അതിലെല്ലാം ഉണ്ട്, നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കണം. അതിന്റെ അർത്ഥം ഒരാള് കോംപ്രമൈസ് ചെയ്യാന്നോ ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതല്ല, രണ്ടുപേരും വളരെ ഇഷ്ടത്തോടു കൂടി പൊരുത്തപ്പെട്ട് ജീവിക്കണം എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. ഭയങ്കര മനോഹരമായ ഒരു വാക്ക്, ഒരു വാചകം. മോണ്ടിസോറി മെത്തേഡിലും അത് തന്നെയാണ്, അഡാപ്ഷൻ ഓർ അഡാപ്റ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറിയാം മോണ്ടിസോറി പറഞ്ഞൊരു ടേം ആണ്. ചെറുപ്രായത്തിലെ കുട്ടികള് ഓരോ കാര്യങ്ങളുമായിട്ട് അഡാപ്റ്റഡ് ആയി കഴിഞ്ഞാൽ വലിയവരാകുമ്പോൾ, അഡൾട്ട് ആകുമ്പോൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഏതൊരു സർക്കംസ്റ്റാൻസിലും അവര് അഡാപ്റ്റഡ് ആകും. അത് മോണ്ടിസോറി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലൈമറ്റ് വെൽനെസ്. ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്റെ ഫാൻ ഓഫ് ആയി പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ടേക്ക് ദ ക്ലാസ്. ഞാൻ ഭയങ്കരമായിട്ട് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി പോകും അല്ലെ. ക്ലൈമറ്റ് വെൽനെസ് നമുക്കറിയാം, നമുക്ക് മോർണിംഗ് എണീക്കുമ്പോ നല്ല വെളിച്ചം സൂര്യഭഗവാൻ തരും, സൂര്യനിൽ നിന്ന് നല്ല വെളിച്ചം കിട്ടും. ഒരു ദിവസം ഒരു ഓവർകാസ്റ്റ് കണ്ടീഷനൊക്കെ വരുമ്പോൾ നമുക്ക് രസമാണ് കാണാൻ, മൂടിപ്പോയി ഉറങ്ങാം എന്നൊക്കെ നമ്മൾ പറയും ഇരുണ്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ. പക്ഷെ ആ ഇരുണ്ടിരിക്കുന്നത് ഡേ ടൈമിൽ അങ്ങനെ ഇരുണ്ട് ഇരിക്കുന്നത് ഒരു 2-3 ആഴ്ച കണ്ടിന്യൂസ് ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുവോ? നമുക്ക് ഡിപ്രഷനായി പോകും. ജർമ്മനിയിലൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജർമ്മനിയിൽ, ആ കുട്ടി പറയുമായിരുന്നു, ആ നല്ല ഒരു ടൈമില് ഓട്ടം, ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ആ സമയത്താണ് അവിടെ ഓരോ ഫെയറും ഇവരൊക്കെ ടൂർ പോകുന്നതും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളില്. പിന്നെ അങ്ങോട്ട് ഈ ഇല കൊഴിയാനും ഒക്കെ തുടങ്ങി, ഫുൾ മഞ്ഞായി, ഒട്ടും സൂര്യൻ വെളിച്ചം ഉണ്ടാവില്ല, അങ്ങൊരു ഇരുണ്ടിങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഭയങ്കര ഡിപ്രഷനാന്ന് ആ കുട്ടി പറഞ്ഞു. നാട്ടിലൊന്ന് എത്തിയാ മതി എന്നൊക്കെ തോന്നുന്ന ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. നമുക്ക് പക്ഷെ ഡെയിലി നമുക്ക് നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് ആ നൈറ്റിൽ മാത്രമാണ് കിട്ടുന്നത്. നമ്മൾ ആ റൊട്ടീനിൽ നമ്മൾ അങ്ങ് യൂസ്ഡ് ആയി അല്ലെ. അതേസമയം ഒരു 2 ആഴ്ച നമുക്ക് പകലും ഇരുട്ടാണെങ്കിൽ ആ ഒരു അവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതോ ഒരു കുറച്ച് വർഷത്തിന് മുന്നേ എന്റെ പേരൻസ് ജർമ്മനിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞായിരുന്നു രാത്രി 8 മണി വരെ ആയിട്ടും വെളിച്ചം ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 ദിവസമൊക്കെ രസമായിരുന്നു, പിന്നെ അത് മടുപ്പാവാൻ തുടങ്ങി. അതാണ് എവിടെയാണ് ഒരു എബ്രഹാം, എനിക്ക് ഓർമ്മയില്ല, ഏതൊരു സ്ഥലം, ഹംഗറിയാണ്. ആളുകൾ ഭയങ്കര റിച്ച് ആണ്, പക്ഷെ അവിടെ ഈ ഇരുട്ടാണെന്ന് പറയും. അങ്ങനെ ഡിപ്രഷനായി സൂയിസൈഡ് ഏറ്റവും കൂടുതൽ അവിടെയാന്ന് പറയുന്നത് കേട്ടു, ഡിപ്രഷനായിട്ട് ആൾക്കാര്. അപ്പൊ നമ്മളുടെ ആ ഒരു ക്ലൈമറ്റ്, അപ്പൊ ചൂട് ഭയങ്കര പ്രശ്നം തന്നെയാണ്, എന്നാലും നമ്മൾക്ക് ആ വെളിച്ചം കണ്ടില്ലെങ്കിലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കുകയും. ഇതാണ് നമ്മുടെ വെൽനെസിന്റെ ഡയമെൻഷൻസ്. ഈ ക്ലൈമറ്റ് വെൽനെസ്സിൽ ഇപ്പൊ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്, അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി പല സ്റ്റഡീസും ഒക്കെ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇതാണ് വെൽനെസ്. അപ്പൊ ഇത് നമ്മുടെ ടോപ്പിക്സ് ഒന്നും എടുത്തില്ല. മോണ്ടിസോറി ഡിസൈൻ ചെയ്ത കാര്യങ്ങളും വെൽനെസിന്റെ കൺസെപ്റ്റ്. ഇനി വെൽനെസ്സിന് നിങ്ങൾ എന്ത് പിക്ചർ കളക്ട് ചെയ്യും? നമ്മൾ നമ്മുടെ കൊളീഗ്സുമായിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പിക്ചർ ഉണ്ടെങ്കിൽ അത് വെൽനെസ്സിന് പറ്റിയതല്ലേ. നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് ഷറാഡ് കളിക്കുന്നതോ, എന്നിട്ട് അന്താക്ഷരി കളിക്കുന്നതോ, അല്ലെങ്കിൽ എന്താണ് പിക്നിക്ക് പോകുന്നതോ, അത് ആ ഒരു പിക്ചർ ആയാൽ വെൽനെസ്സിന് അങ്ങനത്തെ ഒരു പിക്ചർ ആയാൽ
അത് അല്ലെ, കാരണം വെൽനസ് ഈ എല്ലാം ഏരിയയെ കണക്ട് ചെയ്യും. നമ്മളുടെ ഹാപ്പിനെസ്, ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾക്കും ക്രിയേറ്റ് ചെയ്യാം, നമ്മൾക്ക് ആ എൻവയോൺമെന്റ് ജീവിക്കുകയും ചെയ്യും. അതേസമയം നമ്മൾ ഈ മൂഡ് സ്വിംഗ് ആയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒക്കെ വരുവാണെങ്കിൽ എന്തിനും ഒരു ഇന്റലക്ച്വൽ വെൽനസ്, എന്ത് പ്രോബ്ലം വന്നാലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. ദാറ്റ് ഈസ് ഇന്റലക്ച്വൽ വെൽനസ്. ഇതെല്ലാം നമ്മൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അഡാപ്റ്റേഷൻ, നമ്മൾ കൾച്ചറൽ വെൽനസിന് വരുമ്പോൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. ഇപ്പോഴും പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവർ ഭയങ്കരമായിട്ട് അത് ക്ലാസ് പല പല ബാച്ചിലും പലരും പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ ടോപ്പിക് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോഴേക്കും അവർ പറഞ്ഞു യെസ്, ഞാനപ്പോ മാറേണ്ടതുണ്ട്, സോ ഞാൻ പൊരുത്തപ്പെടണം എന്നുള്ളത് അവര് മനസ്സിലാക്കി. ഇത്രയേ ഉള്ളൂ. ക്ലാസ് ആയിട്ടൊന്നും നടന്നില്ല, ബട്ട് ഐ തിങ്ക് നിങ്ങൾക്ക് ഓക്കെ ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇത് ഞാൻ ഷെയർ ചെയ്തേക്കാട്ടോ. ദെൻ അസൈൻമെന്റ്സ് ഇതായിരുന്നു. പിന്നെ റിമോട്ട് കൺട്രോളിന്റെ അത് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടേക്കാം. പിന്നെ നമ്മൾക്ക് പിന്നെ ഈ അസൈൻമെന്റും ആക്ടിവിറ്റീസ്, അങ്ങനെ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യേണ്ടതാണ്, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ തരുന്നത് ഇറ്റ്സ് നോട്ട് ഫോർ മാർക്സ്, മാർക്കിന് വേണ്ടിയല്ല കേട്ടോ. മാർക്ക് ഇസ് എ ക്രൈറ്റീരിയ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കോഴ്സ് നടത്തുമ്പോൾ മാർക്ക് വേണമല്ലോ, അതൊരു ക്രൈറ്റീരിയ. നിങ്ങൾ ഹെൽത്തിനെ കുറിച്ചിട്ട് 10 ഇൻഡിവിജ്വൽസിനെ കാണാനായിട്ട് പോകുമ്പോൾ അവരോട് ചോദിച്ചു, അല്ലെങ്കിൽ ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരില് 10 പേരിലൊരു 2 പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ ശരിക്കും എന്താ ചെയ്യുന്നത് ഹെൽത്തി ആയിരിക്കാൻ, ഞാൻ ഇനി ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നൊക്കെ അവർ ചിന്തിച്ചു. അങ്ങനെ ഒരു അവയർനെസ് അല്ലെങ്കിൽ ആ ഒരു തോട്ട് അവരിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മളും ചിലപ്പോൾ ചിന്തിക്കും, 10 പേരോട് ചോദിക്കുമ്പോൾ ഞാനും ഹെൽത്തി ആയിരിക്കാൻ ഞാൻ എന്താ ചെയ്യാറ്, ഞാൻ ഹെൽത്തിനെ കുറിച്ച് ഞാൻ എത്ര ശ്രദ്ധിക്കാറുണ്ടോ, ഞാൻ എന്റെ ആരോഗ്യത്തെ പറ്റി നോക്കാറുണ്ടോ. കാരണം നമ്മൾ ഈ പോകുമ്പോൾ ചില അമ്മമാരുടെ അടുത്ത് ജോലിക്ക് പോവാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി മക്കളെയും വീട്ടിലെ മറ്റുള്ളവരെയും നോക്കിയിരിക്കുന്ന അമ്മമാർ ഒരു പക്ഷെ സ്വയം അവരുടെ ഒരു സെൽഫ് ലവ് ഒരു ടൈം കണ്ടെത്തുന്നുണ്ടാവില്ല. അവരെപ്പോ ഒന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ നമുക്ക് അവരിലേക്ക് ആ ഒരു തോട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് എന്നുള്ള പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്തോ? പാർട്ട് 1 കഴിഞ്ഞിട്ടില്ല? ഒന്നുമില്ല. ചൈൽഡ് ഡെവലപ്മെന്റ് വരുമ്പോൾ നിങ്ങളൊരു വലിയൊരു സർവേ ചെയ്യാൻ പോകുന്നുണ്ട്. സർവേയുടെ ടോപ്പിക് ഇതാണ്. ഞാൻ അതിന്റെ ക്വസ്റ്റ്യനെയർ തരാം. നമ്മളുടെ വീടുകളിലെ ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ അല്ലേ, അതാണ് നമ്മുടെ ടോപ്പിക്. നിങ്ങൾ ചെയ്യേണ്ടത് 5 പാരന്റ്സിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മിനിമം 5 പാരന്റ്സ് ആണ്, എത്ര പാരന്റ്സ് വേണമെങ്കിൽ മീറ്റ് ചെയ്യാം. അത് ആക്ച്വലി പ്രീ സ്കൂൾ കുട്ടികൾ എന്നാ പറഞ്ഞത്, പക്ഷെ ഞാനതൊന്ന് മാറ്റം വരുത്താണ്. ഏത് അഡോളസൻസിലുള്ള കുട്ടികളായാലും ഏതായാലും കുഴപ്പമില്ല, പക്ഷെ ഡിഫറെന്റ് സ്റ്റാറ്റസിൽ ജീവിക്കുന്നവരാണെങ്കിൽ നന്നായിരിക്കും. മിഡിൽ ക്ലാസ്, അങ്ങനെ ഫിനാൻഷ്യലി, പിന്നെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവര്, അല്ലെങ്കിൽ കുട്ടിയുടെ കെയർ ഗിവേഴ്സ് വേറെ ആരെങ്കിലും ഗ്രാൻഡ് പാരന്റ്സ്, അങ്ങനെ പല ലെവൽസിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാൻ നോക്കണം. മിനിമം 5 ആണ്, കൂടുതലായാൽ അത്രയും നമുക്ക് നല്ലത്. ഇത് നമ്മളൊരു പ്രോജക്ട് റിപ്പോർട്ട് പോലെ പ്രിപ്പയർ ചെയ്യണം. അതിന്റെ മാറ്റർ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു 35ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ക്വസ്റ്റ്യനില് 4 ഓപ്ഷൻസാ കൊടുത്തിരിക്കുന്നത്. യെസ്, നോ, സംടൈംസ്, നോട്ട് ഷുവർ. അത് നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. ഏതാന്ന് വെച്ചാൽ പാരന്റ്സ് ടിക്ക് ചെയ്തോളൂ. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ റെലവെന്റ് അല്ല എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒമിറ്റ് ചെയ്യാം, അതിനെ നിങ്ങൾക്ക് മാറ്റാം. പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. ഞാൻ തന്ന ക്വസ്റ്റ്യൻസിൽ ഇത് അത്ര അത്യാവശ്യമില്ല, ഇമ്പോർട്ടന്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാം. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനത് നെക്സ്റ്റ് വീക്കിലെ ക്ലാസ്സിൽ അത് ഞാൻ തരാം, ഡീറ്റെയിൽസ് തരാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മളുടെ നാട്ടില് ആളുകൾ കുട്ടികളെ നോക്കുന്നത് എന്താണ്, അവർ ഫേസ് ചെയ്യുന്നത്. ഈ ഒരു സർവേ കൊണ്ട് കുറേ പേർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടോ. കാരണം അമ്മമാര് ഒത്തിരി സപ്രസ് ചെയ്ത് ജീവിക്കുന്നവരുണ്ടാവും മക്കളുടെ ചില പ്രശ്നങ്ങൾ കാരണം, പ്രത്യേകിച്ചും അഡോളസൻസിന്റെ. അപ്പൊ അവര് നമ്മള് ഇങ്ങനൊരു കാര്യം ചോദിച്ചു ചെല്ലുമ്പോഴേക്കും അവര് ഫുൾ ഓപ്പണപ്പ് ആവും. അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ ഇന്റർവെൻഷൻ നടത്താൻ നമ്മുടെ ട്രെയിനേഴ്സിന് പറ്റിയിട്ടുണ്ട്. ചിലർക്ക് നല്ലൊരു ഗൈഡൻസ്, ഒരു സപ്പോർട്ട് എവിടെ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ഗൈഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ആൻഡ് താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. കാരണം ഈ ഒരു സമയം NST സെലക്ട് ചെയ്യുന്ന ആകെ നിങ്ങൾക്ക് മാത്രമേ അന്ന് ക്ലാസ് ഉള്ളൂ. എപ്പോഴും വിക്ടിംസ് നിങ്ങളാണ്, നൈറ്റ് ക്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും സൈൻ ഔട്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സൈൻ ഔട്ട് ചെയ്യാം.
Hi friends, I think today class section is useful for our career building. Disha means I really thanking you to provide a good teaching experience. Your passion for teaching is contagious and it's inspire us to learn. Thank you. Thank you. Have a nice day. Thank you, ma'am. Thank you, ma'am. Thank you, Miss. Thank you, ma'am.